ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1858. ഇന്ന് ജനുവരി മാസം 31-ാം തീയതി. ഈ വർഷത്തെ ആദ്യ മാസത്തിന്റെ അവസാന ദിനമാണ്. എത്ര വായിച്ചിട്ടും ചിന്തിച്ചിട്ടും ആദ്യമൊക്കെ ഒട്ടും യോജിക്കാനാവാതെ ഉൾക്കൊള്ളാനൊട്ടും പറ്റാതെ പോയ യേശുവചനം വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 6-ാം അധ്യായം അവസാനിക്കുന്ന ഇടം. ഓരോ ദിവസത്തിനും അതാത് ദിവസത്തെ ക്ലേശങ്ങൾ മതിയല്ലോ എന്നാണ് പറയുക. നാളെക്കുറിച്ചുള്ള ആകുലതകളും ഉത്കണ്ഠകളുമൊക്കെ ഒഴിവാക്കാനായിട്ടുള്ള ക്രിസ്തുയേശുവിന്റെ ഉപദേശത്തിന്റെ നിർദ്ദേശത്തിന്റെ ഒടുവിലാണ് ഇതുകൂടി പറഞ്ഞു വെക്കുന്നത്. ഓരോ ദിവസത്തും ആ ദിവസത്തിന്റെ ഭാരങ്ങളും ക്ലേശങ്ങളും സഹിച്ചാൽ വഹിച്ചാൽ പോരെന്നാണ്. എന്തിനാണ് ഈ ക്ലേശങ്ങൾ എന്നാണ് ഈ ഒരു ചോദ്യം. ഈ ഒരു യേശുവചനത്തോട് തുടക്കകാലത്തൊരു വിയോജിപ്പൊക്കെ തോന്നാനായിട്ട് കാരണം, ഈ ക്ലേശങ്ങൾ മൊത്തത്തിലങ്ങ് എടുത്തു മാറ്റിക്കൂടെ? ഏതൊരാളും എപ്പോഴെങ്കിലുമൊക്കെ ചോദിച്ചു പോകുന്ന, വേണമെങ്കിൽ തമ്പുരാനോടൊന്ന് കലഹിച്ചു പോകുന്ന കാര്യം തന്നെയാണ്. എന്തായാലും പൗർണമികൾ മാത്രമല്ല ഭൂമിയിലുള്ളത്, അമാവാസികളും അല്ലേ, നിലാവുള്ള രാത്രികൾ മാത്രമല്ല, ഒട്ടും വെളിച്ചമില്ലാത്ത കൂരിരുൾ നിറഞ്ഞ രാത്രികളും വേണ്ടേ ജീവിതത്തിൽ? വെള്ളി വെളിച്ചത്തിൽ മാത്രം ആർക്കും എക്കാലവും ജീവിക്കാനോ തുടരാനോ ആകില്ല. രാത്രിയുടെ നിശബ്ദത എന്താണെന്ന് അറിയണ്ടേ? ഇരുട്ടിൽ മാത്രം തെളിയുന്ന കാഴ്ചകളും ഓരോരുത്തർക്കും കിട്ടണ്ടേ? സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം പ്രകാശമുണ്ടെന്ന് ഉറപ്പുവരുത്താനും നമുക്കാവില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? തപ്പിത്തടഞ്ഞും തട്ടിവീണും മുന്നോട്ട് നീങ്ങാനുള്ള മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. പിഞ്ചുകുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മ അതീവ ദുഃഖത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കുക. എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയാതെ എല്ലാവരും ചുറ്റിനും കൂടുന്നുണ്ട്. പലരും പല വിധത്തിൽ ഉപദേശിക്കുകയാണ്. ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല. ഇതിലും വലിയ സങ്കടങ്ങൾ നേരിട്ട മനുഷ്യരുണ്ട്. ഇനിയെല്ലാം കേട്ട് മടുത്ത സ്ത്രീ പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് എന്റെ സങ്കടങ്ങൾ എന്നിൽ നിന്ന് എടുത്തു മാറ്റാനായിട്ട് ധൃതിപ്പെടുന്നത്? എന്റെ കൂടെ തന്നെ ഇരിക്കട്ടെ എന്ന് എന്റെ സങ്കടങ്ങൾ. കുറച്ചു നാളുകളൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതിനോടൊക്കെ സ്വയം പൊരുത്തപ്പെട്ടുകൊള്ളു. സങ്കടങ്ങളെ ഉപദേശിച്ചും ആശ്വസിപ്പിച്ചും വേഗം എടുത്തു മാറ്റാനല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവക്കൊപ്പം തന്നെ മുമ്പോട്ട് പോകാനായിട്ട് പറ്റണ്ടേ? വെറുതെയാണ് ക്രിസ്തുയേശു പറഞ്ഞത്, ഓരോ ദിനത്തിനും അതത് ദിവസത്തെ ക്ലേശങ്ങളും ഭാരങ്ങളും ഉണ്ടല്ലോ എന്ന്. അവയെ വഹിപ്പാനും സഹിപ്പാനും കർത്താവെ എന്നെയും പ്രാപ്തനാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.